ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് സ്റ്റേഷൻ 11 എന്ന നോവലിൻ്റെ തീംസ് ആൻഡ് സിംബൽസ് ആണ്. സെയിം ടോപ്പിക്കിൻ്റെ ഇംഗ്ലീഷിലെ വീഡിയോ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു. എല്ലാ റിലേറ്റഡ് വീഡിയോസിനെയും പ്ലേലിസ്റ്റുകളാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ നോവലിന് ഒന്നിൽ കൂടുതൽ തീംസും സിംബൽസും ഉണ്ട്. അതിൽ കണ്ടിന്യൂറ്റി ഓഫ് ടൈം എന്ന തീമിൽ തുടങ്ങാം. ഇവിടെ സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സമയത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. സമയം എപ്പോഴും മാറുന്നു. ഭൂതകാലം വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും ആമുഖമാകും. പാസ്റ്റ് ഇസ് ബട്ട് എ പ്രൊലോഗ് എന്നത് ഷേക്സ്പിയറിൻ്റെ ഒരു ഫേമസ് കോട്ട് ആണ്. കഥയ്ക്കുള്ളിൽ സ്റ്റേഷൻ 11 എന്ന കാർട്ടൂണിനെ പറ്റി ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ന്യൂ വേൾഡിന് അതൊരു റെലിക് മാത്രമായിരുന്നു. ലോകത്തിൻ്റെ കണ്ണിൽ ഓർത്തറിൻ്റെ അവസാന നിമിഷം അയാൾക്ക് CPR നൽകിയത് ഒരു അജ്ഞാതനായിരുന്നു. ഇത് രണ്ടും ന്യൂ വേൾഡിൽ വലിയ റോളുകളാണ് വഹിച്ചത്. അപ്രധാനമെന്ന് നമുക്ക് ഇന്ന് തോന്നുന്ന പലതിനും നാളെ ഏറെ പ്രാധാന്യം ലഭിച്ചു എന്ന് വരാം. ഇനി രണ്ടാമത്തെ തീമിലേക്ക് പോകാം. ബാലൻസ്. ഒന്നില്ലാതെ മറ്റൊന്നില്ലാത്ത ഡ്യുവാലിറ്റീസ് ലോകത്ത് ഏറെയുണ്ട്. ഹോപ്പ് ആൻഡ് ലോസ്, ലൈഫ് ആൻഡ് ഡെത്ത്, പെയിൻ ആൻഡ് കംഫർട്ട്, ഇമാജിനേഷൻ ആൻഡ് റിയാലിറ്റി എക്സെട്ര. ഹോപ്പ്, ലോസ്, ലൈഫ്, ഡെത്ത് എന്നിവ സർവൈവലിന് മാത്രമല്ല ചുറ്റുമുള്ള ലോകത്തെ അപ്രീഷിയേറ്റ് ചെയ്യാനും അത്യാവശ്യമായവയാണ്. ഓർമ്മകൾക്ക് പെയിനും കംഫർട്ടും നൽകാൻ സാധിക്കും. ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇടയിലെ ബാലൻസ് നാം കണ്ടെത്തിയേ മതിയാവൂ. ഇനി റിയാലിറ്റി ആൻഡ് ഇമാജിനേഷൻ എന്ന ഡ്യുവാലിറ്റി നോക്കുകയാണെങ്കിൽ മിറാൻഡയെ പോലുള്ളവർക്ക് ഇമാജിനേഷൻ എന്നത് പെയിൻഫുൾ റിയാലിറ്റിയിൽ നിന്നും ഒരു മോചനമാണ്, വേദനകൾ മറക്കാനുള്ള ഒരു ടൂൾ. ഓർത്തറിനെയും ക്രിസ്റ്റനെയും പോലുള്ളവർക്ക് റിയാലിറ്റിയേക്കാൾ ലൈവ്ലി ആയ ലൈഫ്, ഇമാജിനറി വേൾഡ്സ് ഓൺ സ്റ്റേജ് നൽകുന്നു. റിയാലിറ്റി എന്ന വേദനയ്ക്കിടയിലെ കംഫർട്ടാണ് ഇമാജിനേഷൻ. അതുപോലെ നഷ്ടങ്ങൾക്കിടയിലെ ഹോപ്പും മരിച്ച് ജീവിക്കുന്നവരുടെ പൂർണ്ണതയുമാണ് ഇമാജിനേഷൻ. ഇനി നമുക്ക് സിംബൽസിലേക്ക് നീങ്ങാം. ഫസ്റ്റ് ഇസ് പേപ്പർ വെയ്റ്റ്. ക്ലാർക്ക് ഓർത്തറിന് കൊടുത്ത ഗിഫ്റ്റ്. മിറാൻഡ അത് കൊണ്ടുപോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ടൊറന്റോയിൽ വെച്ച് അവർ അവസാനമായി സീക്രട്ടായി മീറ്റ് ചെയ്തപ്പോൾ മിറാൻഡ അത് ഓർത്തറിന് തിരിച്ചു കൊടുത്തു. അപ്പോഴേക്കും സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞിരുന്ന ഓർത്തർ എല്ലാ പൊസിഷൻസും ഉപേക്ഷിച്ച് മകനൊപ്പം ജീവിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതുകൊണ്ട് ആ പേപ്പർ വെയ്റ്റ് അയാൾ തൻ്റെ ട്രൂപ്പിലെ ചൈൽഡ് ഹാൻഡിലർ ആയിരുന്ന താന്യയ്ക്ക് സമ്മാനിച്ചു. ഓർത്തർ മരിച്ച ദിവസം കരഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്റ്റനെ ആശ്വസിപ്പിക്കുന്നതിന് താന്യ നൽകിയത് ഈ പേപ്പർ വെയ്റ്റ് ആയിരുന്നു. അവൾക്കിത് കണ്ടപ്പോൾ ഗ്ലാസ് ബോളിനകത്ത് ട്രാപ്ഡ് ആയ സ്റ്റോം ആണെന്ന് തോന്നി. സ്റ്റിൽ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അതിനെ ലൈഫിൻ്റെ സിംബലായിട്ട് നമുക്ക് കാണാം. ന്യൂ വേൾഡിലേക്ക് മൂവ് ഓൺ ചെയ്ത ക്രിസ്റ്റൻ കാത്തു സൂക്ഷിച്ച വസ്തുക്കളിൽ ഒന്നായിരുന്നു അത്. അവളുടെ പാസ്റ്റിനെയും പ്രസന്റിനെയും ഒരുപോലെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പേപ്പർ വെയ്റ്റ്. ബ്യൂട്ടി ഇൻസൈഡ് കെയോസ്. അതാണ് ജീവിതം, അതാണ് ലോകം. ഇനി എൻഡ്യൂറൻസിൻ്റെ സിംബലിലേക്ക് പോകാം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് ഇമേജസ് ഈ നോവലിലുണ്ട്. ന്യൂ വേൾഡിൽ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്തത് ഷേക്സ്പീരിയൻ നാടകങ്ങളാണ്. ക്ലാർക്ക് ഉണ്ടാക്കിയെടുത്ത മ്യൂസിയം ഓഫ് സിവിലൈസേഷൻ ഉണ്ട്. പിന്നെ ക്രിസ്റ്റനും ഓഗസ്റ്റും സിംഫണിയിൽ നിന്നും ഒറ്റപ്പെട്ട് നടത്തിയ യാത്രയിൽ കണ്ട ആരും ഇതുവരെയും ലൂട്ട് ചെയ്യാത്ത ഒരു വീട്. ഇതെല്ലാം ഭൂതകാലം കാലത്തെ അതിജീവിക്കുന്നു എന്നതിന് ഉദാഹരണങ്ങളാണ്. കാലത്തിനൊപ്പം മാറ്റങ്ങൾ അനിവാര്യമാകുമ്പോഴും ചില അവശേഷിപ്പുകൾ എപ്പോഴും അതിജീവിക്കും. അതിനെ മനുഷ്യരാശിയുടെ എൻഡ്യൂറൻസ് ആയിട്ടും നമുക്ക് കണക്കാക്കാം. ഇനി നമുക്ക് അടുത്ത സിംബലായ സ്റ്റേഷൻ 11 എന്ന കാർട്ടൂണിലേക്ക് നീങ്ങാം. അത് ഒരേ സമയം ജീവിതത്തിൻ്റെയും ലോകത്തിൻ്റെയും പ്രതീകമാണ്. അതിൻ്റെ ഓഥർ ആയ മിറാൻഡയെ പോലെ ഓരോ മനുഷ്യനും ജീവിതത്തിൽ പലതരം സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നു. സന്തോഷവും സ്വാതന്ത്ര്യവും തേടിയുള്ള അനന്തമായ യാത്രയാണ് ജീവിതം. പക്ഷേ സ്റ്റേഷൻ 11 എന്ന സ്പേസ് ഷിപ്പിൻ്റെ അവസ്ഥയാണ് യാഥാർത്ഥ്യം. പെർപെച്വൽ ട്വൈലൈറ്റ്. ഇരുളും വെളിച്ചവും ഇടകലർന്ന സന്ധ്യ. 11 എന്ന നമ്പറിനെ ന്യൂമറോളജിയിൽ ഏഞ്ചൽ നമ്പർ എന്നാണ് പറയുന്നത്. അത് എൻലൈറ്റൻമെൻറ്റ്, ഗ്രോത്ത് എന്നിവയുടെ സിംബലാണ്. മിറാൻഡയുടെ ലൈഫ്, അപ്പോക്കലിപ്സിന് ശേഷമുള്ള ലോകം എല്ലാം ആ പാതയിലൂടെയാണ് സഞ്ചരിച്ചത്. അടുത്ത സിംബലായ എയർപ്ലെയിൻസ് ആൻഡ് ഇലക്ട്രിസിറ്റി, ഹോപ്പ്, എസ്കേപ്പ് എന്നിവയെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലാർക്ക് പെയിൻ യാത്രയെ മിറാക്കിൾ ആയാണ് ഉപമിച്ചത്. ന്യൂ വേൾഡിൽ എസ്കേപ്പ് ഒരു മിറാക്കിൾ തന്നെയായിരുന്നു. എയർപോർട്ടിൽ ട്രാപ്ഡ് ആയിരുന്നവർക്ക് അവരെ അവിടെ നിന്നും രക്ഷിക്കാൻ വരുന്ന പ്ലെയിൻസ് ഹോപ്പ് നൽകി. ഫ്യൂവലുള്ള ഒരു പ്ലെയിനുമായി ഒരു പൈലറ്റ് സഹായം കണ്ടെത്തിയാൽ അങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞു പോയപ്പോൾ
പ്ലെയിൻ സ്വാതന്ത്ര്യത്തിൻ്റെ സിമ്പലായി. ന്യൂ വേൾഡിൽ എയർപോർട്ടും അവിടുത്തെ മ്യൂസിയവും സേഫ് ഹേവൻ ആയി പ്രശസ്തി നേടിയപ്പോഴും പ്ലെയിൻ ഹോപ്പ് ആൻഡ് എസ്കേപ്പിന് റെപ്രസെൻറ്റ് ചെയ്യുന്നതായി മാറി. നോവലിൻ്റെ ഒടുവിൽ ഓർഥർ ക്രിസ്റ്റന് കാണിച്ചു കൊടുക്കുന്ന ഇലക്ട്രിക് വെളിച്ചങ്ങൾ തെളിഞ്ഞ സെറ്റിൽമെൻറ്റ്, ജീവൻ ചൗധരി സെറ്റിൽ ആയ സ്ഥലം, അത് പുതുലോകം മുന്നോട്ട് കുതിക്കുന്നു എന്നതിൻ്റെ പ്രതീക്ഷയുടെ സിമ്പലാണ്. ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഐഡിയാസ് ചാറ്റിൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.